അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ. ഞണ്ട് കറി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണല്ലേ രണ്ട് കറി. അതെ, ഞണ്ട് കറിയുടെ കൂടെ വേറെ ഒരു കറിയും വേണ്ട. നല്ല അടിപൊളി ജീവനുള്ള കായൽ ഞണ്ടുകളാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഫൗസീസ് ഡ്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. ജീവനുള്ള ഞണ്ടായിരുന്നെങ്കിലും കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അവന്മാർ ഒന്ന് രണ്ട് പേര് എനിക്കിട്ട് ഒന്ന് കടിക്കുകയൊക്കെ ചെയ്ത്. അപ്പം ഞാൻ ആദ്യം തന്നെ ആ കാലൊക്കെ അങ്ങോട്ട് ഒടിച്ച് മാറ്റിയതിന് ശേഷം ആ കയറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള കാലുമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ പൊളഞ്ഞെടുക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനുശേഷം ഈ സൈഡിലുള്ള പഞ്ഞി പോലത്തെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഞണ്ട് ഞാൻ രണ്ടായിട്ട് പിളർന്നാണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് ചെറുതാക്കുന്നില്ല. നിറയെ പൊന്നുകളൊക്കെയുള്ള ഞണ്ടായിരുന്നു. ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പിളർന്നു കൊടുക്കാം. എന്നിട്ട് അടിയിലുള്ള എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു തൊലി കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ അപ്പം തന്നെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാൻ. പിന്നീട് നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകരുത്, ഞണ്ടിൻ്റെ രുചി പോകുവേ. അപ്പോൾ ഇതാണ് പൊന്നും അതിൻ്റെ ആ സൈഡിലുള്ള ഈ ഒരു വശം കൂടി നമുക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു വശം കൂടി ഞാൻ കാണിച്ച് തരുന്നുണ്ട്. അത് എടുക്കരുത് കേട്ടോ. പൊന്ന് മാത്രം എടുക്കുക, പൊട്ടിപ്പോകാതെ എടുക്കണം. ഇനി ഈ ഒരു വശം പൊട്ടിപ്പോകാതെ വേണം നമ്മൾ ഈ പൊന്നെടുക്കാൻ കേട്ടോ. ഇത് ഇതിൻ്റെ അഴുക്കാണ്, ഇതിൻ്റെ കുടലാണ് കേട്ടോ അത്. ഇനി ബാക്കിയുള്ള ഞണ്ട് കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളക് നെടുകെ പിളർന്നതും 1 കപ്പോളം ചെറിയ ഉള്ളിയുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 പഴുത്ത തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ വെന്തലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങാ കൊത്തും നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ഞണ്ട് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഇത് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് വെന്തിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഞണ്ട് കറി ഇവിടെ തയ്യാറാണ്. ആ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായിപ്പോയി. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ നമ്മുടെ ഞണ്ട് വരട്ടിയത് നമുക്ക് കിട്ടുന്നത്. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് ഫൗസീസ് ഡ്രീംസ് കിച്ചനിലൂടെ കാണാം. വീണ്ടും കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാമ, ബായ്.